ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്ന് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ആഡ് വരാൻ തുടങ്ങി. അപ്പോൾ അതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ വീടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീടും അതുപോലെ പരിസരവും ഒക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു പൂന്തോട്ടമാണ്. അങ്ങനെ നിറയെ ചെടികളൊന്നുമില്ല, എന്നാലും കുറേശ്ശെ ഒരു റോസ് പൂവ് മുട്ട് ആയിട്ടുണ്ട്, വിരിയുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പൂന്തോട്ടമാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. കുറേ ഇങ്ങനെ പൂക്കൾ അടുപ്പിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഫുൾ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ പൂന്തോട്ടത്തിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെയുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത്. ഇതിലത്തെ കുട്ടികളെ തന്നെ നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളെ. ഇപ്പം നിറയെ വെള്ളമുണ്ട്, മഴയൊക്കെ പെയ്തിട്ട് ഈ ടാങ്കിലേക്ക് വെള്ളം വീണുകൊണ്ട്. അപ്പോൾ നിറയെ വെള്ളമുണ്ട്, അങ്ങനെ മീൻകുട്ടികളൊന്നും പുറമെ കാണാനില്ല. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം എടുത്ത് നനയ്ക്കും. ഈ പൂച്ചെടികളിലേക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഇരിക്കുന്നത് 20 സെൻറ്റ് സ്ഥലത്തിലാണ്. തൊടിയും ഈ വീടും കൂടിയും കൂട്ടിയിട്ട് 20 സെൻറ്റാണ് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് കൃഷിയുണ്ട്, മൂച്ചി, അതേപോലെ പ്ലാവ്, അങ്ങനത്തെ കുറേ കൃഷികളുണ്ട്. ചക്ക ഉണ്ടായിട്ടുണ്ട്, നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. കണ്ടില്ലേ, നമുക്ക് കയ്യെത്തുന്ന ദൂരത്തുണ്ട് കുറച്ച് ചക്കയൊക്കെ. കുറച്ചൊക്കെ മേലെയാണ്, പിന്നെ ബാക്കി ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ, ബാക്കി തോട്ടിയൊക്കെ എടുത്തിട്ട് വേണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. നിറയെ ഉണ്ട്. ഇടിച്ചക്ക പ്രായമൊക്കെ കഴിഞ്ഞു, മൂക്കാരായിട്ടുണ്ട് കുറേയൊക്കെ. ഞങ്ങൾ കുറേ പഴുപ്പിച്ചിട്ട് കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ പുറമേ ഉള്ള സംഭവങ്ങളൊക്കെ. അപ്പം നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീടൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാം. അപ്പോൾ നെറ്റ് അടിച്ചിട്ടുണ്ട്, കൊതു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നെറ്റിൻ്റെ തന്നെയാണ് ഒരു ഡോറ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ എന്ന് പറയുന്നത്. ഇതാണ് ചെറിയ ഹാളാണ്, അങ്ങനെ വലിയ വലുപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ വീട് പണി കഴിപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സെറ്റിയാണ്. ഇതും അവിടെ 2 സെറ്റ് ഇരിക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം നമ്മൾ വീട് ഉണ്ടാക്കിയപ്പോൾ തന്നെ പണി കഴിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടതാണ്. അതുപോലെ ഈ ഒരു ടേബിളും, പിന്നെ ചെറിയൊരു ഉരുളിയിൽ കുറച്ച് പൂക്കളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്യാൻഡിലാണ്, നല്ല വാസന വരുന്ന ഒരു ക്യാൻഡിലാണ്. ഇതിപ്പോൾ റോസ് പൂവിൻ്റെ വാസനയാണ് ഈ ഒരു ക്യാൻഡിലിനുള്ളത്. ഇത് നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ TV സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ്. വലിയ TV ഒന്നുമല്ല, ചെറിയ വീടാണ് കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ വലിയ വീടൊന്നുമല്ല, ചെറിയ വീട്. അപ്പോൾ TV സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. പിന്നെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഭംഗിയുള്ള സൂര്യൻ്റെ ക്ലോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിഘ്നേശ്വരൻ, കയറി വരുമ്പോൾ തന്നെ ഒരു വിഘ്നേശ്വരനെയാണ് നമ്മൾ കാണുക. ചെറിയൊരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 സെറ്റി ഈ ഒരു ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്പേസ് വെറുതെ കളയാതെ വെച്ചിട്ട് 2 സെറ്റി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണ് ഷോപ്പ് കേസ് വരുന്നത്. അപ്പോൾ ഇതൊരു കീ ചെയിൻ ആണ്. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു ഭംഗി തോന്നിയപ്പോൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ട്രോഫികളുണ്ട്. അതേപോലെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. പിന്നെ ഇത് നമുക്ക് ഹൗസ് ഫാമിങ്ങിനൊക്കെ കിട്ടിയ കൂടുതൽ ഐറ്റംസ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അതുപോലെ അനിയത്തിയുടെ ട്രോഫികളുണ്ട്. പിന്നെ ഇത് അച്ഛന് കിട്ടിയിട്ടുള്ള ട്രോഫിയാണ്. അതേപോലെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അനിയത്തി ചെറുപ്പത്തിലുള്ളതാണ്, ഒരു ഗുണ്ടുമണിയാണ്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഷോക്കേസിൻ്റെ ഉള്ളിൽ പറയാനായിട്ടൊന്നുമില്ല. ഇത് അച്ഛന് കിട്ടിയിട്ടുള്ളൊരു ട്രോഫിയാണ് കേട്ടോ. അച്ഛൻ സ്ഥലം മാറി പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ കൊടുത്തിട്ടുള്ളൊരു ട്രോഫിയാണ്. പിന്നെ ഒരു വലിയ വിളക്കുണ്ട്. അങ്ങനത്തെ ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോക്കേസിൽ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാളിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ഫാൻസി ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് മുകളിലായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. ചെറിയ ഹാളാണ്, പക്ഷെ അത്യാവശ്യം നമുക്ക് പെരുമാറാൻ പറ്റുന്ന ഒരു രീതി. അങ്ങനെ കൂടുതൽ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും നമ്മൾ തിക്കി വെച്ചിട്ടില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഹാളിലുള്ളൂ. പിന്നെ ഹാളിൽ നിന്ന് നേരെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പൂജാമുറി വരുന്നത്. ഇതാണ് നമ്മുടെ പൂജാമുറി. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു റാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പേപ്പറും അങ്ങനത്തെ പൂജാ റൂമിലേക്ക് വേണ്ട ആ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ ബോർഡാണ് കേട്ടോ. അവള് പഠിക്കുന്നത് എഴുതിക്കൊണ്ടാണ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവൾക്ക് കുറച്ചും കൂടി തലയിൽ കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ എഴുതിയിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പൂജാ റൂമാണ്. ചെറിയ പൂജാമുറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂജാമുറി എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൂജാമുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ പൂജാ റൂമിന് നേരെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു റൂമാണ് കേട്ടോ. നമ്മുടെ ഒരു നില വീടാണ്. മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ 2 റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മുറി എന്ന് പറയുന്നത്. ഇവിടെയാണ് ലാപ്ടോപ്പും അതുപോലെ കമ്പ്യൂട്ടറും പ്രിൻ്ററും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിലാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അതുപോലെ അച്ഛനും അമ്മയ്ക്കും കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രിൻ്ററൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫാൻ ഉണ്ട് ഇവിടെ. പിന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതെല്ലാം ഈ ഒരു മുറിയിലാണ്. ഇത് നമ്മൾ പണിച്ചൊരു മേശയാണ് കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചൊരു മേശയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കീബോർഡ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് മടക്കി വെക്കാൻ, ഉണക്കി കൊണ്ടുവന്നിട്ട് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബാഗും അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ബാഗുകളൊക്കെ ഇവിടെ തന്നെയാണ് വെക്കാറ്. പിന്നെ ഇത് അയൺ ടേബിൾ ആണ്. ഇപ്പം അങ്ങനെ അയൺ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയ സാധനങ്ങൾ, മരുന്ന്, അങ്ങനത്തെ മേക്കപ്പ് ബോക്സ് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, മിറർ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു ടേബിൾ. അപ്പോൾ ഈ റൂമിലത്തെ ബെഡ് എന്ന് പറയുന്നത് പഴയ ബെഡാണ് കേട്ടോ. പഴയ വീട് തറവാടാവുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കട്ടിലാണിത്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ടു. ഇവിടെ ഒരു ബെഡും വാങ്ങിച്ചിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഒരു 2 ജനൽ മാത്രമാണ് ഈ റൂമിലുള്ളത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ ഉള്ളത്. 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിൽ ഞാനും അനിയത്തിയും അച്ഛനും അമ്മയാണ് ഉള്ളത്. ഞങ്ങളുടെ ചെറുപ്പത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അത്. ഞാൻ അനിയത്തിനെ മടിയിൽ വെച്ചിരിക്കുന്നത്, അതുപോലെ ഞാനും അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നതുമാണ് അത്. അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ റൂമിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ റൂമിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് നേരെ നോക്കുന്നത് ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് റൂമിലേക്കാണ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത്. ഇവിടെ കർട്ടനൊന്നും വെച്ചിട്ടില്ല, ചെറിയൊരു ആർച്ച് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയൊരു ഫ്ലവർ വേസും ഈ ഒരു സ്റ്റാൻഡിൽ തൂണിലായിട്ട് വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിയുള്ള ആർച്ച്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കർട്ടൻ ഇടാം. പിന്നെ ഒരു ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇടാം. അങ്ങനെ എപ്പോഴൊന്നും ഇടാറില്ല, ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം എന്ന് പറയുന്നത്. ഒരു 6 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണിത്. ഇവിടെ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് റൂമിൽ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു നമ്മുടെ കിച്ചൺ ആവശ്യത്തിനായിട്ടുള്ള ഒരു ഷോക്കേസ് ആണിത്. ഇതിൽ ഗ്ലാസ് ഐറ്റംസ് ആണ് മൊത്തം ഉള്ളത്. ബൗൾസ്, ഗ്ലാസ്, അങ്ങനെയുള്ള ഷോക്കേസ് ഗ്ലാസ് ഐറ്റംസ് ആണ് എല്ലാം ഉള്ളത്. പിന്നെ ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എൻ്റെയും ഞങ്ങളുടെ മാരേജ് ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു ഷിപ്പ്, ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ലൈറ്റൊന്നും കത്തുന്നില്ല. പിന്നെ അതേ ഡൈനിങ് റൂമിൽ തന്നെ ഒരു ആനയുടെ ചിത്രവും വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ട് 19 വർഷമായി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പഴയ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി തന്നെ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ട് നമ്മൾ വേറെ ഒന്നും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഡൈനിങ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ ഇരുന്നതാണ്, ബിബിക്കുട്ടൻ അവിടെ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സോറി, ക്ഷമിക്കണം. അപ്പോൾ സെക്കൻഡ് റൂമത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എന്താ അടുക്കളയിലേക്കാണ്. അപ്പോൾ ഈ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അടുക്കളയിലേക്ക് വരുന്നത്. അടുക്കളയും അങ്ങനെ ഹൈടെക് അടുക്കളയൊന്നുമല്ല, സാധാ ഒരു അടുക്കളയാണ്. നമുക്ക് ചെറിയ രീതിയിൽ നിന്ന് പെരുമാറാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പ്ലേറ്റും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഗ്ലാസും എല്ലാം നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് അടുക്കി വെക്കാം. അതുപോലെ അവിടെ നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ റേഡിയോ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, റേഡിയോ കേൾക്കണം. അതുപോലെ തന്നെ ഒരു ക്ലോക്ക്, ഒരു ചെറിയ ക്ലോക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം ഓരോ സാധനങ്ങളാണ്. കബോർഡിലെല്ലാം ഓരോ സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് അവിടെയുണ്ട്. അതേപോലെ താഴെയും കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാം. ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം ഈ ഒരു കിച്ചണിൽ. പിന്നെ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഫ്രണ്ട് ഭാഗമാണ്. നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്കാണ് നമ്മൾ കാണുക. ഇവിടെയൊക്കെ നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം കൊതു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ റൂമിലും രണ്ട് ജനലിൽ നെറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജനൽ നമുക്ക് എപ്പോഴെങ്കിലും ഫുള്ളായിട്ട് തുറന്നിടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ജനൽ മാത്രമായിട്ട് തുറന്നിടും. ബാക്കി എപ്പോഴും അങ്ങനെ ജനൽ തുറന്നിട്ടിട്ട് ഈ നെറ്റ് എപ്പോഴും അടച്ചിടുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതു ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിലത്തെ കാര്യങ്ങൾ. അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് വർക്ക് ഏരിയയാണ്. അപ്പോൾ ഇത് കിച്ചണിൽ നിന്ന് ഒരു ഓപ്പൺ ഉണ്ട് അങ്ങോട്ട്, അതേപോലെ ഇത് ഡൈനിങ്ങിൽ നിന്ന് ഒരു ഓപ്പൺ ഉണ്ട് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക്. ഏത് ഡോർ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ ഇതിപ്പോൾ കിച്ചണിലത്തെ ഡോറാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ പാത്രങ്ങൾ, നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞ് ഇവിടെയാണ് വെക്കാറ്, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഇവിടെ പറയുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് കിണ്ണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മൾ പാത്രം മൂറുക. അതുപോലെ ഒരു അമ്മിക്കല്ലുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്നെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയനെ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതൊരു ഡോറ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, തിരക്കൊക്കെ കൂടുതലുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചക്ക, മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഴുക്കാൻ വെക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ചക്ക പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ മത്തങ്ങ, വെള്ളരിക്ക അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചു വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെയാണ് വെക്കുക. എന്നിട്ട് ആവശ്യം ഉള്ളതിനനുസരിച്ചിട്ട് എടുക്കുക ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ സ്റ്റൗവ്, ഗ്യാസ് ഒക്കെ വരുമ്പോൾ, ഗ്യാസ് സിലിണ്ടറൊക്കെ വരുമ്പോൾ നമ്മളിവിടെ വെക്കും. അതേപോലെ ഉള്ളിക്കൊട്ട അവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീടിനെ കുറിച്ചിട്ട് പറയാൻ, ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഓപ്പണാണ്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അങ്ങോട്ട് ഓപ്പണാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെയും ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ഗ്രില്ലിന് നെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ പാടാണ് കാണാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ചെറിയൊരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.